ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഒരുപാട് കുക്കിംഗ് പരമ്പരകൾക്ക് ശേഷം നമ്മുടെ വീട്ടിൽ ആകെ വെക്കാൻ അറിയുന്ന ഒരു വ്യക്തി, നമ്മളൊക്കെ ഇങ്ങനെ നൂലാമാലകളായിട്ട് ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളുള്ളൂ. പക്ഷെ വർഷങ്ങളായിട്ട് മറ്റേ പണ്ടാരിപ്പാടവുമുള്ള നമ്മുടെ ഒരു വ്യക്തി നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ കൂട്ടിലുണ്ട്. അപ്പം കുറച്ച് തിരക്കിലായിരുന്നു ആ ഒരു വ്യക്തി. കുറച്ച് പാട്ടിൻ്റെ പണികളും പരിപാടികളായിട്ട് പെരയിലുണ്ടായിരുന്നില്ല അധിക ദിവസവും. അപ്പം ഇന്ന് മുടിയൊക്കെ വളർന്ന് നമ്മളെ കൂടെ ഇതാ ബാക്കത്തെ സീറ്റിൽ ഇരിക്കുകയാണ്. അപ്പം നശ്വിയും ബാസിലുമാണ് ഇന്നത്തെ നമ്മുടെ ഒരു ഷോർട്ട് ടൈം അതിഥികൾ. കാരണം ബാസിലിന് വേറെ തുറവുണ്ടെന്ന്. അപ്പം ബാസിൽ കൂടെ തരാനുള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ പോകുന്നുണ്ട് ബാസിൽ. പക്ഷെ ബാസിലിന് ഇതൊരു നഷ്ടമാണെന്ന് എനിക്ക് പറയാം. കാരണം ഇത്രയും ദിവസം അങ്ങനെ പൊട്ട വിഭവങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്താണ്ട് നല്ലൊരു ഭക്ഷണം ഒരാൾ ഉണ്ടാക്കിയപ്പോൾ അത് കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ബാസിലും നശ്വിയൊക്കെ പോണതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നെവിടെ തുറവി നശ്വ? അപ്പൊ നശ്വാന്റെ കുടുംബക്കാരെ വീട്ടില് തുറവിയുണ്ട്. അപ്പൊ ബാസിൽ അങ്ങനെ അവൈലബിൾ ആവില്ല. പക്ഷെ ഇന്നലെ നിന്നെടുത്തു. ഇനിയിപ്പോ അധികം നോമ്പൊന്നുമില്ലല്ലോ. അപ്പം അതെന്ന് വെച്ചാല് വേറെ കുടുംബക്കാര് കണ്ട് ഇൻസ്പയർ ആയത് വെക്കുമ്പോ അതിന് നോമ്പ് കഴിയാനായി. അപ്പൊ എന്താ വെച്ചാല് അത് ബാസിലെ നാക്കിലാണ് എനിക്ക് ലാസ്റ്റിക്ക് ഡേറ്റ് തന്നത്. ഇനിയിപ്പോ ഇത് കണ്ടിട്ട് നിങ്ങൾ അവിടുത്തെ കുടുംബക്കാർ സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോൾ എന്ത് ചെയ്യും? വേറെ കുടുംബക്കാർക്കും തോന്നും ഇവനെ വിളിച്ചാലോ. അപ്പൊ അതിന് നോമ്പ് കഴിയും. 2 ദിവസമുള്ള. അപ്പൊ അതാണ് ബാസിലിന്റെയും ഇതൊരു നാക്ക് ഉണ്ടോ? നമ്മളങ്ങനെയാണോ? നമ്മൾ അവൈലബിൾ ആകുമ്പോ ലാസ്റ്റ് അതായത് പിന്നെ ഡേറ്റ് ഉണ്ടാവരുത്. പിന്നെ വിളിക്കാൻ പറ്റരുത്. ആദ്യം കുളിച്ചപ്പോ എവിടേക്കും പോയില്ല കേട്ടോ. ഫുൾ എവിടേക്കും വരുന്നില്ല, ആരും വിളിച്ചാണോ പറഞ്ഞിട്ട് നിന്നിട്ട് ഇപ്പൊ ലാസ്റ്റ് ഒരു സ്ഥലത്തേക്ക് എല്ലാവരും പറഞ്ഞു എപ്പോഴും എല്ലായിടത്തും കൂടെ വരാറുണ്ട്. എല്ലാവരും ബാസിലിന്റെ ഒഴിവിന് എന്നിട്ട് കാത്തിക്കണം. കല്യാണം കഴിഞ്ഞപ്പോ ഒരു കൊല്ലത്തിന്റെ അപ്പുറം കഴിഞ്ഞു. ഇതുവരെ ഒരു ഒഴിവും ബാസിലിന്റെ അങ്ങനെയുണ്ട് കളി പോയിക്കോണ്ടി. അതേമാതിരി ഓളമ്മയൊന്നും അവിടെ നിക്കാൻ മതി. ഇത്ര ദിവസമായിട്ട് ഒരു ദിവസം പോലും ഞാൻ നടന്നില്ല. ഒരു ദിവസം നിക്കാന്നില്ല. ഓഫീസിലൊക്കെ പറയണേക്കാം. ഓഫീസ് പെണ്ണിട്ട് അനു ഒരു ദിവസം പറയില്ലത്. അല്ല ഇപ്പൊ എന്നോട് പറച്ചില് നിർത്തിയോല്ലേ? ഇപ്പൊ എന്നോട് പറച്ചില് നിർത്തി. അത് കൊറേ ആൾക്കാരുണ്ട് അങ്ങനെ മിന്നണേ. ഒരു ദിവസം ഞാൻ എന്ത് ചെയ്ത് അപ്പൊ ഇത് കൊറേ പുതിയാപ്പിളമാർക്ക് റിലേറ്റ് ആവട്ടാ. കൊറേ കള്ളന്മാരുണ്ട് പുതിയണ്ണിന്റെ പെരയില് പെണ്ണുങ്ങളെ പെരയില് നിക്കാതെ മിന്നണ ആൾക്കാര്. അങ്ങനെ നിക്കാൻ കഴിയൂലേ? എങ്ങനെ നിക്കാ? ഞാൻ പറയട്ടോ, ഒരു ദിവസം എന്ത് ഇതിങ്ങനെ കേട്ട് എനിക്ക് തന്നെ അടങ്ങേറി. ഇനിയിപ്പൊ എന്താ വിചാരിച്ചാൽ കയറി ഞാൻ മൈൻഡ് ഒരുവിധം ഹാഫ് സെറ്റാക്കി പോയി. ഒരു 8 മണി 8:15 ആയപ്പോ പുറത്തേ തുടങ്ങി. നിക്കാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു അതേപോലെ പ്രശ്നം കൊണ്ടൊന്നല്ല, ഒരു പ്രശ്നം കൊണ്ടല്ല. ഈ അമ്മക്ക് നമ്മളാ ഒരു കടക്ക, ബാത്റൂം, ബെഡ്റൂം, പെരക്കാണല്ലോ അങ്ങനെ തന്നെ കേട്ടോ. ഇതിന്റെ പേരിൽ അധികം എന്തെങ്കിലും അത്രയും അത്യാസന സാഹചര്യം വന്നാലേ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ പോയി 12 മണിക്ക് പോയിട്ടാണ് 4 മണിക്ക് വരണമെങ്കിലും ഓൻ 12 മണിക്ക് പോയി അവിടെ ഉറങ്ങി 3:30 വരെ ഉറങ്ങിയിട്ട് 4 മണിക്ക് വരും. ഓന്റെ പെരേക്ക് പോകും. കടക്കി കണ്ടിലും നാട്ടിൽ നിന്ന് നമ്മൾ എങ്ങോട്ടും ട്രിപ്പ് പോകണമെങ്കിൽ എവിടെ നമ്മൾ കിടക്കും. ഇവിടെ ഈ ഒരു പരിസരത്ത് നമുക്ക് കിടക്കാൻ പറ്റില്ല. ഇനിയിപ്പോ ഡൽഹിയിൽ ചാന്ദിനി ചൗക്കിലെ അടിയിൽ അന്ന് റൂമില്ലാതെ അടിയിൽ പായ് വിരിച്ച് കിടക്കേണ്ടി വന്ന കൊതുകടി കൊണ്ട് കിടക്കേണ്ടി വന്നാലും നമ്മള് കിടക്കും. വിഷയല്ല, ഇത് പ്രശ്നമല്ല. അപ്പൊ ഞാൻ ഇതിലെന്താ വെച്ചാല് ഈ പെൺകുട്ടികളെ നമ്മള് സമ്മതിച്ചു കൊടുക്കണം. കല്യാണം കഴിഞ്ഞ ഒരു അത്രയും കാലം നിന്നൊരു പെരിന്ന് ഒരു വേറൊരു പെരിയില് അങ്ങോട്ട് അത് ഞമ്മക്ക് അങ്ങനെ അനുഭവം വന്നോണ്ട് നമുക്ക് ഇപ്പൊ ഞമ്മളെ ഓല് കെട്ടിക്കൊണ്ടുപോയിട്ട് ഓല പേരിൽ നമ്മള് നിൽക്കുകയാണെന്ന് ആലോചിക്കും. നമുക്കില്ല, എനിക്ക് ഒരിക്കലും കഴിയില്ല. ഞാൻ അവിടെ വേർപ്പെടുത്തും. അല്ല, അതായത് ഇപ്പൊ കല്യാണം നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് പെണ്ണുങ്ങള് വന്ന് നമ്മളെ കെട്ടിയിട്ട് അല്ല രശ്മ ഫുള്ള് കേട്ടിട്ടില്ല. അതായത് ഇപ്പൊ നിങ്ങളെ നമ്മളെ കെട്ടുകയാണ്. അതായത് പുതിയാപ്പള പുതിയണ്ണിനെ കെട്ടിട്ട് കണ്ണൂര് അങ്ങനെയാ? അല്ല, ഞാൻ കണ്ണൂരാരൊപ്പാണ് പണ്ട് മുതലേ. അല്ല കണ്ണൂരാർ ഒരു പ്രശ്നം. ഐ ലവ് കണ്ണൂർ. നമ്മളാരും കുറ്റം പറയില്ലേ. ഓല് അങ്ങനെ കേട്ടും ഇതായി ശീലമായതുകൊണ്ട് ചിലപ്പോ വിഷയം ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയണില്ല, അത്രേ ഉള്ളൂ. വേറെ നമ്മളെ പ്രശ്നമാണ്. ഇപ്പൊ ഇന്നൊരാള് കെട്ടാണ്, ഇന്നൊരു പെണ്ണ് കെട്ടാണ്. എന്നിട്ട് ആ പെണ്ണിന്റെ പേരപ്പോ ഒരു എവിടെയെങ്കിലും ഇനിയിപ്പോ ഒരു വയനാടോ അല്ലെങ്കിൽ ഒരു കണ്ണൂരോ എവിടെയെങ്കിലും ആവണം നിക്കട്ടെ, അവിടേക്ക് എന്നെ കെട്ടിച്ച് കൊണ്ടുപോവാണ്. ആ പുതുക്കത്തിന്റെ അന്ന് തന്നെ എനിക്ക് പുറത്തേട് തുടങ്ങും. അപ്പം ഇപ്പൊ മനസ്സിലായി പുതിയണ്ണമാരൊക്കെ എന്തിനാ കരയണെന്ന്. കരയില്ല. ഞാനൊക്കെ അന്ന് മാത്രല്ല, പുതിയണ്ണമാര് പിറ്റേന്ന് ചിരിക്കും. ഞാൻ ഒരാഴ്ച കരയും, എന്നിട്ട് പിന്നത്തെ ആഴ്ച കരയും. പരമ്പര. ഞാനിതിന്റെ പേരൊക്കെ എത്തണ വരെ കരയും. അല്ലാതെ പറ്റണ്ട. കാക്ക ചെയ്യണം ബ്രോ. നമുക്ക് അതിൽ വൈഡാക്കി എടുക്കല്ലേ, നമ്മള് സേഫ് ആയാലും വേഗം
നമുക്ക് അങ്ങനെ നമുക്ക് ഒരു കുട്ടിട്ടോ ഒരു കുട്ടി വേറൊരു ഹേയ് ഓൾ ചിരിച്ചിരുന്നോട് കാക്ക ഈ ഗ്യാപ്പൊക്കെ വർക്ക് ചെയ്താണതേ. ഇലക്ട്രിക് വണ്ടി ആകുമ്പോ അങ്ങനത്തെ കുറെ ഗുണങ്ങളുണ്ട്. അങ്ങാടിയിൽ ചാർജ് ചെയ്യാ. നമുക്കൊന്നും നടക്കൂല ഇലക്ട്രിക്. നമുക്ക് നേരം വൈകിയുള്ള പോക്കിന് നമ്മളൊരു സ്ഥലത്തേക്ക് ഇതുവരെ ഉണ്ടല്ലോ ഓൺ ടൈമിൽ പോയിട്ടില്ല. പറക്ക എണ്ണപ്പമ്പിൽ കയറ്റുള്ള ടൈം തന്നെ കിട്ടണില്ല. അപ്പോൾ കുത്തിട്ടാണ്ട് ഇരിക്കുന്ന ടൈം നാലോചിച്ചു എനിക്ക് ഇരിക്കാൻ കഴിയില്ല കുത്തിട്ടാണ്ട് ഒരു സ്ഥലത്ത്. രാത്രി കിളി മാറി വന്നുകൊണ്ടൊക്കെ കുത്തിയൊക്കെ എന്തായാലും മറക്കും. ഉറപ്പല്ലേ? കൊറേ വണ്ടിയൊക്കെ ലോക്കലോട്ട് ഓടാനൊക്കെ നടക്കും. എന്തിഷ്ടം അത് പിന്നെ ഒരാഴ്ച ഒരാഴ്ചയായിട്ട് ഇന്ന് ഇവിടെ നമ്മളെ കുറ്റന്മാരുടെ സംഭവം നടന്നില്ലേ, അതിന്റെ കമന്റ് ബോക്സിൽ ഫുൾ അന്നെ മെൻഷൻ ചെയ്തിരിക്കുന്നു. കൊറേ ഇന്നെ മെൻഷൻ ചെയ്തിട്ട് എന്താ കാര്യം? സംഭവം എന്റെ നാട്ടിലൊക്കെ തന്നെ. പക്ഷേ അല്ലോ ഞാൻ ഓരോ കണ്ടിട്ടൊന്നും ഇല്ലട്ടാ. അമ്മായി അമ്മ പള്ളിക്കുന്ന് ഭാഗത്താണത്. കുറ്റന്മാരും കഴിഞ്ഞ് പോണം അപ്പുറത്ത് അതൊന്ന് ക്ലിയർ ചെയ്തതാ. കൂറ്റമ്പാറന്ന് പറഞ്ഞേക്കാ. അപ്പോഴും 4 മെൻഷൻ കിട്ടാണ്. അത് നോക്കണല്ലോ. ഭർത്താവിന്റെ ഡ്രസ് ഇസ്തിരി ഇടാനിട്ട് ഭർത്താവ് വെട്ടി പരിക്കേൽപ്പിച്ചു. ഇസ്തിരി ഇടാൻ പറഞ്ഞപ്പോൾ സമയമില്ലെന്ന് പറഞ്ഞു ഭാര്യ. എന്താ കേസ് അറിയോ? അത് വേറെ വാർത്ത, അത് കൂടെ തന്നെയാണ്. അല്ലാ സ്കൂട്ടി മേലെ സലാം. എങ്ങോട്ടാ പോണേ ജി? ഇജ്ജപ്പ ഏത് സ്കൂളിലപ്പോ പഠിച്ചണേ? ഇതെന്താ ഗിഫ്റ്റ് കൊടുക്കാനാ? ഇപ്പച്ചിക്കാ? ഇപ്പാക്ക്? കുരുപ്പട്ടി തപ്പാക്ക്. മാഷാ അല്ലാ. നമ്മളെ പെങ്ങളാണേ. MSc +2 +1. അപ്പൊ സ്കൂട്ടിയോ? ഞാൻ പോയിട്ട് തിരിച്ചു വിട്ടു പോകും. അങ്ങനെ എന്നാ പോട്ടെ, കാണാ. ബൈ ബൈ. ചോദിച്ചു കയറി ഇമ്മാനോടും ഉപ്പാനോടും കേട്ടോ. എന്ത് വാങ്ങാണെങ്കിലും വേഗം വാങ്ങാന്നാണ് എനിക്ക് പറയാനുള്ളത്. 5:15 എന്താ ലാപ്ടോപ്പ് ഉണക്കാട്ടതാ? ലാപ്ടോപ്പ് ഉണക്കാട്ടിക്കണ ഇവിടെ ഇവലാണ് ഉണക്കാട്ടത്. കാഞ്ചൂർക്ക് സുഹൃത്തുക്കളെ ലാപ്ടോപ്പ് ഉണക്കാട്ടിക്കണ പോലെ മറക്കൂല. കല്യാണം പെങ്ങളെ കല്യാണം പൊളിക്കും. എന്തിനാണ് ഞങ്ങളൊക്കെ കല്യാണത്തിന് വിളിച്ചേ? ഒരു 15 ആളുണ്ടാവും. ഫോൺ എടുത്തു ആകും. ഞാൻ ടൈമില്ല. ഫോൺ എടുത്തു വാ. മെഹന്തി ഫെസ്റ്റ് പെരുന്നാളായില്ലേ? അയ്യോ നോക്ക്. വാങ്ങിക്കോ. എന്നാ വലിയ കവർ എടുക്കണോ ചെറിയ കവർ എടുക്കണോ? വീട്ടിൽ ഒരുവിധം എല്ലാം ചിക്കനും എടുത്തോ. ചിക്കൻ വീട്ടിലില്ല. മട്ടൺ ആക്കിയല്ലോ. മട്ടൺ രോഗൻ ഗോഷ് എല്ലാ ദിവസവും മട്ടൺ കഴിക്കണ്ട. തപ്പണ് ആദ്യമായി റബ്ബ് മണിമൂക്ക് സ്റ്റാഫ് അനൗൺസ്മെന്റ്. ഷോപ്പിലേക്ക് കുറച്ച് കൊടുവപ്പാളി ടീമുകൾ വന്നിട്ടുണ്ട്. എല്ലാ കസ്റ്റമേഴ്സും ശ്രദ്ധിക്കുക. മാന്യ കസ്റ്റമേഴ്സിന്റെ ശ്രദ്ധിക്കുക. വീട്ടിൽ പോകേണ്ടതുണ്ട്. നമ്മൾ വന്നപ്പോ തന്നെ അനൗൺസ് ചെയ്തത് ഇതുവരെ അഭ്യർത്ഥിക്കുകയാണ്. എന്തൊക്കെ വേണ്ടിച്ചോ? ചീസ് എടുത്തോ. പ്രോട്ടീൻ ചീസ് എടുത്തോ. വേറെന്താ?
വേടിക്ക് ബപ്പ പോവും. ബക്കറ്റ് ചിക്കൻ വേണോ? ഈശോ കുറച്ച് പനീർ ഇട്. പനീർ അവിടേക്ക് നമുക്ക് എൻട്രി ഇല്ലേ? അങ്ങനെ വാങ്ങിക്കോ. എന്താ വേണ്ട വാങ്ങിക്കോ. പനീർ ഇട്ടാലോ? എന്നാ നമുക്ക് കുറച്ച് പ്രോട്ടീൻ കറിക്കോളും. അത് മതിയോ? ഗരം മസാല നാരങ്ങ മസാല. എന്നാ വേടക്ക്. ഞാൻ 2 ഇത് എടുക്കുന്നുണ്ട്. തണുപ്പ് വേണ്ട. ഇത് വേണ്ട. ഇത് വേണ്ട വേണ്ട. ആ കുടിച്ചോ. എടുത്തോ. ഇത് കുടിച്ചോ. ഇത് കുടിച്ചോ. ഇത് കുടിച്ചോ. ആ എനിക്ക് തണുപ്പുള്ള എടുത്തോ. എനിക്ക് തണുപ്പുള്ള വേണ്ട. ഇളനീൻ വെള്ളം 3 എടുക്കണോ? ഇനി എന്താ വേണ്ടേ? എന്താ കൈനറ്റി? ബാസിന് ജന്തേലും കാട്ടിയതോ? ബ്ലേഡ് ആയിട്ട് കളിച്ചു. ബ്ലേഡ് തട്ടി. ഞാൻ ഗരം മസാല എടുത്തു തരാം. നമ്മളിത് എടുക്കണ്ടേ? 3 നാരങ്ങ വേണ്ടേ? ഇത്രയും വലിയ ഉന്തുവണ്ടിയിൽ എന്തിനാ നാരങ്ങ? ഒരു നാരങ്ങ. ഹായ് ബ്രോ. ഒരു നിങ്ങള് ഐ മീൻ ഒരു ഫോട്ടോ ആണോ? ഫോട്ടോ അല്ല, ഫോട്ടോ എടുക്കാം. ഒരു പെങ്ങൾക്ക് നിങ്ങളെ ഭയങ്കര കാര്യം. അപ്പൊ ഒരു ഹായ് നീനു എന്ന് പറഞ്ഞാൽ നീനു ഷാനു 2 പെങ്ങന്മാരാ? മാഷാല്ലാ. ഹായ് നീനു, ഹായ് ഷാനു. എന്താ വിശേഷം? ഞാൻ നിങ്ങളെ ബ്രദറിനെ ജാംജൂമിൽ വെച്ച് കണ്ടിരുന്നു. അപ്പം നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇൻഷാല്ലാ നിങ്ങളെ എന്തെങ്കിലും മീറ്റ് ചെയ്യാം, കാണാം. സി യു. ബൈ ബൈ. കട്ട് ചെയ്യ്, കയ്യില്ല. അയ്യോ. ഓക്കെ, താങ്ക് യു. സി യു. അപ്പം നീനുവിന് ഷാനുവിന് അന്വേഷണം പറയും. ഓക്കെ ബൈ. ഹായ് ഹായ് മുത്തേ. ഹായ് ഹായ് മുത്തേ. ഹായ് 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 ഹായ്. അവളെ പേരെന്താ? ഹെസ. ഹായ് ഹായ് ഹായ്. കുടുംബം മൊത്തം ചെയ്യേണ്ടി വരുമോ? ആ ഹായ് സുഹൈൽ. ഹായ് ഹായ് ഹായ്. ഹലോ. ഓക്കെ വെൽക്കം ബ്രോ. നീ ഇച്ച സാധനം വാങ്ങുന്നുണ്ട്. വാ. അയ്യോ, പുറമേ നിന്നുള്ള കസ്റ്റമേഴ്സൊക്കെ ജാംജൂമിനുണ്ട് കേട്ടോ. വിയറ്റ്നാമൊക്കെ ആവും അല്ലേ? അല്ല, വിയറ്റ്നാമല്ല, മിസോറാം. ഓല നാട്ടിൽ പെരുന്നാളാണ്. മൈലാഞ്ചിയാണല്ലോ വാങ്ങണേ ഓല്. കുടുംബക്കാരാ? ബില്ലിയാണ്. പക്ഷെ കുറച്ച് സാധനങ്ങളും കൂടി വരാനുണ്ട്. ആ അതെ അതെ. കേട്ടില്ല. ബാ. ഇവിടെ അടിച്ചൂടെ? അപ്പം സുഹൃത്തുക്കളെ, ബാസിലും ഈച്ചും സാധനം വാങ്ങാൻ പോയതാണ് കേട്ടോ. മോനാ? ആയിക്കോട്ടെ. മോനെ എൻ്റെ പാട്ടിൻ്റെ ആളാണ്. പേരെന്താ? ഞങ്ങൾ വിളിക്കണേ? സാധാ കോള്. വാട്സപ്പാ? സാധാ വോയിസ് കോളിൻ്റെ വീഡിയോ കോള്. സാധാ വോയിസ് കോൾ ചെയ്യില്ലേ? അതിൻ്റെ നേരെ വീഡിയോ കോളൊക്കെ കൺവേർട്ട് ചെയ്താൽ മതി. അപ്പം വാട്സപ്പ് ഒന്നുമല്ല? വാട്സപ്പ് വേണ്ട. ഫേസ് ടൈമോ? ഓ, സാംസങ്ങിന്റെ ഫേസ് ടൈമോ? സാധാരണ പോലെ തന്നെ. വാലൈക്കും അസ്സലാം. എവിടെ? സലാം. എന്താ വാങ്ങിയേ? ഇതെന്തൊക്കെയാ സാധനങ്ങള്? ഉമ്മച്ചിക്കോ ഉപ്പച്ചിക്കോ? എന്തിന്? പെരുന്നാക്കാ? എല്ലാരും വാങ്ങിയാ? വേഗം വണ്ടി വാങ്ങിക്കോളി. ഞാൻ വാങ്ങിത്തരാം. വേഗം വണ്ടി വാങ്ങിക്കോളി. വേഗം നോക്കി. ഞാൻ ബില്ലടിക്കുമ്പോൾ വേഗം നോക്കി വാങ്ങി തരി. സാധാരണ നമ്മൾ കോൾ ചെയ്യില്ല. ആ കോളത്തിൽ നമ്മളവിടെ വീഡിയോ കോൾ ഉണ്ടാവും. ആ വീഡിയോ കോൾ കൊടുത്താൽ മതി. നോർമലുള്ള കോൾ മനസ്സിലായി. സാധാരണ കോൾ ചെയ്യണമെങ്കിൽ തന്നെ നേരെ കോൾ കൊടുത്താൽ മതി. ആ കോൾ എടുത്ത് നേരെ പോകും. അങ്ങനെ എൻ്റെ മറ്റേ പാട്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് കേൾക്കും. ചിറാപ്പുഞ്ചിയാണോ? നീയേ പുഞ്ചിരിയാ?
ഇൻസാനിലെ ആ ഓക്കെ. കുട്ടികളെ ചിറാപ്പുഞ്ച കേക്കല്, കുട്ടികളെ ചിറാപ്പുഞ്ചിയാണ് കേക്കല്. കുട്ടികൾ ഇപ്പോഴും കേക്കട് വല്ല നമ്മളെ ആൾക്കാരാട്ടോ കാണിച്ചു കൊടുത്താ വല്ല നമ്മളെ കണ്ടപ്പോൾ അവിടെ നിന്ന് ഞെട്ടിയേണ്ട റിയാക്ഷൻ ഇട്ടത്. ഹായ് ഇപ്പം അറിയാത്ത പോലെ കേട്ടോ. ഇവിടെ കഴിഞ്ഞ അതുള്ളൂ. ഇത് തണുപ്പുള്ള എടുത്ത് അത് മാറ്റി വെച്ച് വേണ്ടിട്ടാ. 3 ചെക്കന്മാർ വരാണ്ട്. ഒരു ദർശനം വരാവൂലേ? എന്താ വർത്താനം? ഇപ്പച്ചിന്റെ സ്കൂളിലെ ടീച്ചറാ? ആ UKG റുക്കിയ ടീച്ചർ. ആ ഓക്കെ ഓക്കെ ഓക്കെ. സാധനം വാങ്ങാൻ ഇറങ്ങിയ നടക്കട്ടെ. ഓക്കെ നമ്പർ നമ്പറിന് ട്രാക്ക് ചെയ്യോ? ഹായ് ഹായ്. ഓലിനോട് കുറെ നേരം ഹായ് ആട്ടണേ. മാഷാല്ലാ ധാരാണ് ഇമ്മേ. ഹായ് 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 ഹലോ. ഫോൺ എൻ്റെ ഫോണിൽ കൊടുക്കുക. ഞാൻ എൻ്റെ കാഴ്ച തരാം. ഹായ് ഹായ് ഹായ്. അവളെ ചൊടിയിലാണല്ല. 3 പെൺകുട്ടികളാ? മാഷാല്ലാ 3 ആളോ? 1 2 3 വരൂലല്ലേ? ഇപ്പച്ചിന്റെ ഫോൺ ഇപ്പച്ചിന്റെ ഫോണിൽ എന്താ എടുക്കണേ? അല്ലാ ഇപ്പച്ചിന്റെ ഫോണിൽ അത് ഇപ്പച്ചിതാ അമ്മച്ചിതാ ശിവതാ ഈച്ചുതാ പഠിച്ചോനെ. ഓക്കെ മുത്തേ ബൈ ബൈ സി യു ബൈ. ഇക്ക കാണാം. ബൈ 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 സി യു ബൈ ബൈ. ആ ഓക്കെ 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 ബൈ ബൈ സി യു. ഒരു സാധനം കൂടി വരാണ്ട്. 3 ചെക്കന്മാരെ പറഞ്ഞിട്ടിരിക്കണേ ഞാൻ. ആ വരി 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 അങ്ങനെയുണ്ടാ? ഓക്കെ ഓ കിട്ടിയാ ശരി. ഇതോ അങ്ങനെ ഇത് ചിക്കുമ്പോ ഈ ബാക്ക് കൂരിട്ടുന്ന കാറ വാങ്ങി കൊടുക്കണേ. 5 എല്ലാവർക്കും ഉള്ളത് വാങ്ങിയാ? വേറെ എന്തെങ്കിലും വേണം? ഇതെനിക്കാ പെങ്ങളുണ്ടാ? മാഷാല്ലാ ഹായ്. ഇത് ഫുള്ള് സെപ്പറേറ്റ് എനിക്കൊരു ബില്ലായിരുന്നേ. ഇപ്പൊ കാണാൻ പറ്റിയില്ലേ? ഏത് ദർസിലാ? മജ്മയിലാ? ഞാൻ അവിടെ ഞാൻ ജാമ്യയിൽ പഠിച്ച മാനേജിൽ പഠിച്ച ടൈമിൽ ഫുൾ അവിടെ ടൂറിസ്റ്റുകാർക്ക് അവിടെ മാനേജ് കുട്ടികളെ വരുന്നില്ലേ പള്ളിക്കും? അതാണ്. ആ ഇത് ഫുള്ളൊരു ബില്ല്. ബാസിലെ ആ അതായി തന്നെ. അത് നമ്മളെ വീട്ടിൽ പോയിരുന്നു. എത്ര റുപ്യ ബ്രോ? 7 ശരി. ബസ്സിൽ 7 റുപ്യ ഉണ്ടാവില്ലേ? 7 റുപ്യ ഉണ്ടാവില്ലേ? 7000 സാധനങ്ങള് ചെക്കന്മാര് ഇത് കഴിഞ്ഞ് പോവാ. റമദാന് കഴിഞ്ഞ് വരെ പോവാ. ഗൂഡല്ലൂരാ? അയച്ചുണ്ടോ ബ്രോ? അതിൻ്റെ കാഴ്ച കേട്ടോ. അതിൻ്റെ ബില്ല് ഇതട്ടോ. കണ്ണന്മാർ നിങ്ങളുടെ എടുത്തോളി. ആരുതൊക്കെയാ കാറ്? ഓരോരുത്തരുത് ഓരോ കാറല്ലേ? ഇതാരുടെ കാറാ? ഇതാൻ്റെ കാറാ? ആരുതൊക്കെ സാധനങ്ങള്? ഇതമ്മച്ചിൻ്റെ ആരമ്മച്ചിൻ്റെയാ? ഇതാരതാ? ഇഷ്ടപ്പെട്ടില്ല സാധനം? ഹാപ്പി അല്ലേ? എന്നാ പോയിട്ടാ ബൈ ബൈ. പ്രാർത്ഥിക്കണം കേട്ടോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. മറക്കരുത്. വേറെ ഒന്നും വേണ്ട, പ്രാർത്ഥിക്കണം അടിപൊളിയാവാൻ കേട്ടാ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. സി യു ഗൈസ്. സി യു ബൈ ബൈ. ഇൻഷാ അല്ലാഹ്. അടിപൊളിയാട്ടോ. നല്ല കുട്ടികളായിട്ട് പഠിക്കിട്ടാ. ബൈ. കഥ
പോവാ ചേക്കന്മാരെ എൻജോയ് ചെയ്യട്ടെ ഭായി കമോൺ അത്രേ ഉള്ളൂ മാഷാഅല്ലാഹ് ഓലിത് കഴിഞ്ഞ് ഓലാകണ്ടല്ലോ ഓല് വീട്ടിൽ കയറണ്ടേ 2 ചെറിയ സാധനം കാരണം ഓലടുത്തൊന്നും ഉണ്ടാവില്ല ദർശനല്ലേ അപ്പം ഓലെന്തോ വീട്ടിൽ കൊണ്ടുപോകാൻ ചെറിയ സാധനങ്ങൾ വാങ്ങിയത് അപ്പൊ ഞാൻ പറഞ്ഞ് ഇങ്ങനെ നിങ്ങളെ ഇഷ്ടത്തിനാണ് വാങ്ങിക്കോളൂ അപ്പൊ ഹാപ്പി പോയിക്കോളൂ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ നമ്മള് ദുബായിൽ നിന്ന് ഒരു സാധനം നല്ല ഹാപ്പി ആയിക്കണേ ഇപ്പൊ നമ്മള് പാട്ട് ചിക്കൻ എങ്ങനത്തെ വണ്ടി ഷോ ബ്രസ്റ്റ് മാത്രമായിട്ടില്ലല്ല 4 ചിക്കൻ ബ്രസ്റ്റാ അത്രയും ഉണ്ടാക്കുന്നുണ്ടോ 5 ചിക്കൻ ബ്രസ്റ്റ് ബോൺലെസ് ആക്കി എടുക്കണം ബോൺലെസ് ആക്കി തരോ ബോൺലെസ് ചിക്കനാണ് വാങ്ങാൻ പോകുന്നത് ഇതാ നാരിയൽ ഖാപ്പാനിയും ഇത് വരെയൊക്കെയുള്ളതല്ലേ ഈ സാധനം അവിടെ ഉണ്ടല്ലോ ഈച്ചോ ഒറിഗാനോ തുറിഗാനൊക്കെ അത് ഒറിജിനൽ തേനായിട്ടാണ് അങ്ങനെ ഈച്ചിരിക്കണത് കെമിക്കൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈച്ചിരിക്കൂല മധുരത്തുമലൊന്നും തേനാണ് അത് കാണിച്ചു കൊടുത്തത് ഇത് ഗൈസ് ഒറിജിനൽ അല്ലേ അങ്ങനെയല്ലേ ആണ് വെള്ളം പറഞ്ഞാലും ഒറിജിനലാ നമ്മളവിടുത്തെ ഇങ്ങനെയാണല്ലോ ചാടൂല അതായത് ചാടൂല ഇങ്ങനെ ഇട്ടിച്ചാലും ചാടൂല പക്ഷെ ആണ് കുടിച്ചൂടെ ഇതായിക്കുണ്ടെങ്കിലേ പാവണില്ല ചെക്കന്മാര് എനിക്ക് ആകതായി ഇവിടുത്തെ ദർശികളാണ് മജ്മപ്പള്ളിയില്ലേ നമ്മുടെ മാനവേദന്റെ അടുത്തില്ലേ എന്തൊക്കെ പറഞ്ഞാൽ കരയിന്ന് മാറിക്കല്ലേ എന്നെ കൊണ്ട് കഴിയില്ല ഇന്നൊക്കെ അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഓൽക്കുള്ള ഒന്നും ഇല്ല ഓല ഉമ്മാക്കുള്ളത് ഓല പെങ്ങക്കുള്ള ഒരു ബാഗിൻ്റെത് പിന്നെ ഉമ്മാക്ക് ഉപ്പാക്കുള്ളത് ആ കാറാണ് ഓൽക്ക് എടുത്തത് ബാഗൊക്കെ ഇടാളെ ആ പ്രായമാണ് ആ കൂടുതലുള്ളവനൊക്കെ കണ്ടിട്ട് ആകതായി ഇപ്പൊ ഇന്നൊക്കെ പണ്ട് ദർശനം നടത്തിക്കണുണ്ടല്ലോ പിറ്റേ ദിവസം ഞാൻ പോലും എനിക്ക് എപ്പോഴും ഇല്ലാതെ എവിടെയാലും ഇനിയിപ്പോ ദർശനാണെങ്കിലും അല്ലെങ്കിൽ ഈ ബോർഡിംഗ് ആണെങ്കിലും SBK ഒക്കെ ദർശനം പഠിച്ചാ അതിന്റെ കാര്യമൊന്നും ഇല്ലെങ്കിലും അല്ല ഇന്നെ കൊണ്ട് കഴിയില്ല SBK ഒരു പാവമല്ല അത് കൂതര പെരുന്നാൾ തലേന്ന് ഷൂട്ട് വെച്ചിക്കണോ അവന് അവനെ തലമുണ്ടാക്കിയാൽ കൊടുക്കാം പെരുന്നാളിന്റെ തലേന്നായി പക്ഷെ SBK നോമ്പ് മൊത്തം നോറ്റിക്കണം ഇപ്രാവശ്യം ചെന്നൈന്നാണ് നോറ്റതെന്ന് പറഞ്ഞു എന്നോട് ചോദിച്ചു അപ്പൊ എന്താ ഞാൻ മുമ്പത്തെ പ്രാവശ്യം നോക്കിയിട്ടില്ല അല്ല ഇപ്രാവശ്യം എല്ലാ നോമ്പും നോറ്റിക്കണെന്ന് പറഞ്ഞോട് അപ്പൊ നമ്മളതേമാതിരി പറഞ്ഞു ഞാൻ അതേപോലെ പറഞ്ഞു ഇനി കഴിഞ്ഞ പ്രാവശ്യം നോറ്റിക്കണമെന്നുള്ളത് എനിക്കറിയില്ല ചിലപ്പോ നോറ്റേക്കും എന്നാ ചിലപ്പോ നോറ്റുണ്ടാവില്ല ഇപ്പൊ എന്തുണ്ടാക്കണ ഐസ്ക്രീമാ എത്ര വലുതാണ് നമ്മളെ ലോകം നമ്മളിതൊന്നും അറിയാതെ പോകാനുള്ള ഈ ലൈറ്റാണ് ഇവിടെ മൊത്തം കറങ്ങണല്ലേ രാത്രി ഇവിടെ കോഴിപ്പീടിയിൽ ഫുള്ള് DJ ലൈറ്റ് പോലെ അപ്പൊ ഈ സാധനമാണ് എന്നും കറങ്ങുന്നത് ഞാൻ എന്നും പോകുമ്പോണ്ടാവും ഇവിടെ ഫുള്ള് ലൈറ്റ് ആണ് മതി അത് നല്ല രസമാണ് അത് മാത്രം ക്യാമറ കടിക്കാൻ പറ്റില്ല എന്നാ ചെരിച്ചു പിടിച്ചോ ആ ക്യാമറ ഉണ്ട് അപ്പൊ എന്തായാലും ചിക്കൻ വാങ്ങി കഴിഞ്ഞിട്ട് കാണാം അപ്പൊ അതാ ചെക്കന്മാര് മാഷാള്ള പെരേക്കുള്ള ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പോകണ്ടോ ഹാപ്പി ആയി പോണത് രണ്ടാളും ഒരാൾ വേറെ ബൈക്ക് പോയി വന്നു വലിയ കവറിൽ സാധനങ്ങളൊക്കെ ഇട്ടു റോട്ടിക്കാണല്ലോ പോവാണ്ട പോലെ ഒപ്പമുള്ള ചെക്കനവിടെ ഒപ്പമുള്ളവനെടുത്തു ജിംഷാദാ നിങ്ങളെ പേര് ജിംഷാദാ ഇവന്റെ പേര് ജിംഷാദാണേ വണ്ടി തട്ടിട്ടോ ജിംഷാ തട്ടിക്കണല്ലോ തട്ടിക്കണേ ട്രാഫിക് ബ്ലോക്ക് ആയിട്ടാ ആക്സിഡന്റ് ആയി സുഹൃത്തുക്കളെ
നീ കുറച്ചു അവിടെ പോയി നോക്കി, എല്ലാ ഏരിയയിലും ചെല്ലി. ആ കടയ്ക്ക് മാത്രം കയറില്ല, കടയ്ക്ക് മാത്രം കയറാതെ ലോകം മൊത്തം കാണിങ്ങള് ലാപ്ടോപ്പ് ഉണക്കാട്ടാണ്ട്. പിന്നെ എത്ര ഇത് ഫുള്ള് ക്രെഡിറ്റ് ആവട്ടോ വ്ളോഗാണ് ഓഫ് ആക്കിയാല്. വീശടാ തറവാട്ടെണ്ണ. ഓ അടുത്ത മാസം മറക്കൂല. എല്ലാവരോടും പറയണോ? എണ്ണകളിൽ നല്ല എണ്ണ തറവാട്ടെണ്ണ, തറവാട്ടിൽ നിന്ന് മാട്ടിയെടുത്ത എണ്ണ തറവാട്ടെണ്ണ. അപ്പം ജിംഷാഖാന്റെ സെലിബ്രിറ്റിയാണ്, പൈസ കല്യാണമാണ്. ബാസിലെ കല്യാണാണ്. എന്നാണ്? നമ്മളൊരു 10-15 ആള് എന്നാണ്? അടുത്ത മാസം 4-ാം തീയതി എവിടെ വെച്ചിട്ടാ? ഓഡിറ്റോറിയത്തിൽ. അപ്പൊ കരുളായി PH ഓഡിറ്റോറിയത്തില് മൂപ്പരെ പെങ്ങളെ കല്യാണം നടക്കണം. നമ്മളെല്ലാ സബ്സ്ക്രൈബേഴ്സും ഇവിടെ കല്യാണം എവിടെയെങ്കിലും ഉണ്ട് പറഞ്ഞാൽ മതി പരിസര പ്രദേശത്ത്. അപ്പൊ നമ്മളെല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഇത്രയും സ്നേഹമുള്ള ആൾക്കാർ നമ്മളെ കൂട്ടത്തിലുണ്ട്. എല്ലാരും, അതായത് 3.5 മില്യണോളം വരുന്ന നമ്മളെ മൊത്തം സബ്സ്ക്രൈബേഴ്സ്. പറഞ്ഞു ലൈവല്ല, കട്ടയാ. ലൈവ് ഇത്ര അപകടമല്ല. ആ കൂടെ അടുത്താള് അത് പോനല്ലേ സാധനം കിട്ടി. വാ ഇല്ലേ പോവാണേ. ഫുഡ് ഉണ്ടാക്കണം. അല്ല ഞാൻ എത്തിയിട്ട് ആവണം. ഭക്ഷണം ഉണ്ടാക്കണം. തുറക്കാൻ ഭക്ഷണം. അസ്സലാമലൈക്കും. എന്താ ശേഷം അന്ന് കണ്ടാണല്ലോ, കാണാ. പോയിട്ടാ. ബൈ. ചെയ്യാന തനസ് കിയാന തനസ് ബിയാന ധന ബിനാദിയാന ആയുധ പൂജ ചെയ്യാന. ദേവര 3ാമത് ഇറങ്ങണില്ലോന്നല്ലേ? ദേവര 2. ഉഫ് ഞാൻ അത് തിരക്കടില്ലല്ലോ. ജാസിം ലവ് നാജിയ, നാജിയ ലവ് അൽഫാസ്. ത്രികോണ റിലേഷൻഷിപ്പ് ആണെന്ന് തോന്നുന്നു. ഇപ്പത്തെ കുട്ടികളൊക്കെ എങ്ങനെയാണ്? അത് വേറെ ആരല്ലോ. ഇന്നലെ ഹൈലൈറ്റ് എഴുതിയതാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ പുറപ്പെടുകയായി. ബാസിൽ തോക്കാങ്ങിയാ? ആ വണ്ടിയിൽ, ഈ വണ്ടിയിൽ എപ്പോഴും തോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇല്ലെങ്കിൽ നടപടിയാവില്ല. തോക്ക് വലുത് വീട്ടിലല്ലേ? അതിന്റെ പവർ എന്താ പറഞ്ഞു ചോദിച്ചോ? ചാർജ് ചെയ്തപ്പോ പവർ സെറ്റായി. പഴയ പോലെ ആയോ? ഞാൻ ബില്ലിനെ രാവിലെ അങ്ങനെയല്ലേ വിളിച്ച് വിളിച്ചേ ഇങ്ങോട്ടേക്ക്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ സാധനങ്ങൾ വാങ്ങി. എന്തൊക്കെ സാധനങ്ങൾ വെച്ചോ വാങ്ങി അതൊക്കെ പറയാൻ പറഞ്ഞു. അതിന്റെ ഇടയിൽ കുറെ അന്തപ്പെട്ട പരിപാടികളിലേക്ക് പോയി. കാര്യങ്ങൾ കൈവിട്ട് പോയി. സാധനങ്ങൾ പറഞ്ഞു കൊടുക്കുക. നമ്മള് ചിക്കൻ, ചീസ്, എന്താ ഗരം മസാല, അങ്ങനത്തെ കുറേ സാധനങ്ങൾ വാങ്ങിക്കണം. സംഭവം ഇത് പണിയില്ല, സിമ്പിൾ സാധനമാണ്. സാധാ പോലെ ചിക്കന് മസാല, നമ്മൾ സാധാ മസാല കിട്ടില്ലേ, മുളക്, മല്ലി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട്. ഇഫ ചിക്കൻ അല്ല, അങ്ങട്ട് ഉസാറായി എല്ലാം കൊണ്ടും. അത് ഞാൻ ചിക്കനും അസുറുക്ക ഏതേനു വേറെന്തോ ഒരു സാധനം ഉണ്ടാക്കി. അടിയായി ജാംജുമിന്റെ ഏരിയയിലൊക്കെ പറഞ്ഞിളക്കിയാ പോണ കേട്ടോ. രണ്ടു വണ്ടി തട്ടിക്കാൻ ഇന്നൊരു 3-3:30 ആയപ്പോ കാലിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ ഒരു തരിപ്പ് കൊയങ്ങിട്ട് ഇന്നൊരു ഭയങ്കര ക്ഷീണം. എന്താ അറിയില്ല. ആണോ? ഒന്നാമത് ഞാൻ പിന്നെ പുറത്തു കൂടെ നടക്കേ. ഇന്ന് മുട്ട വന്നിട്ടില്ല. മുട്ട നല്ല എനർജിയാണ്. എടി നമ്മ കുറച്ച് ചിയാ സീഡ് വാങ്ങണോ? ഒരു ചങ്ങായി വീഡിയോ ഇട്ടൊക്കെ നോമ്പിന് എനർജി കിട്ടാന്
കിട്ടുന്ന ഫുഡുകൾ അറിഞ്ഞിട്ട് അതിനിടയിൽ ഫുൾ കമ്പനി. നോമ്പിന് എനർജി ഇല്ലാതെ വെക്കുമ്പോൾ എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നോമ്പ് പടച്ചോൻ വെച്ചിട്ടുള്ളത്. അപ്പൊ എനർജി കിട്ടുന്ന എനർജി കിട്ടുന്ന സാധനം പ്രൊമോട്ട് ചെയ്ത് നമ്മളെ കഥ തിന്നതോ എനർജി കിട്ടുന്നത് അല്ല, ഓരോ പേഴ്സണൽ ചോയ്സ് അല്ലേ. ഇപ്പൊ നമ്മൾ ഓട്സും നമ്മളെന്തൊക്കെയാ തിന്നേ, ഓട്സ്, ചിയാ സീഡ്, പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, ഈ സാധനം എല്ലാം മിക്സ് ചെയ്തിട്ടില്ലേ നമ്മളില്. മറ്റേ എന്തൊക്കെയോ സീഡ് ഉണ്ട്, എല്ലാ സീഡും ഇട്ടാണ് നമ്മൾ കഴിക്കണേ. അപ്പൊ അതിന്റെ ഒക്കെ എനർജി നമ്മൾ ബോഡിയിൽ ഉണ്ടാവും. അതുകൊണ്ടാവും പറയാൻ പറ്റില്ല. പറയുമ്പോൾ നമ്മൾ വ്ളോഗും ചെയ്യുന്നുണ്ട്. നമ്മൾ ഡെയിലി 1 മണിക്കൂർ 2 മണിക്കൂർ വ്ളോഗ് ഉണ്ട്. 2 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും അത് എനിക്ക് നല്ല കേടാ, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് അടുക്കളയിൽ എത്തിയിട്ട് കാണാം അല്ലേ? യെസ്, അടുക്കളയിൽ എത്തിയിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, കഴിഞ്ഞ വ്ളോഗിൽ ഞങ്ങൾ ഓൾറെഡി ഒരു പ്രൊഡക്റ്റ് ഇതിൽ ട്രൈ ചെയ്ത് നോക്കി. കഴിഞ്ഞ വ്ളോഗിൽ നമുക്ക് ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ടീം കുറച്ച് പ്രൊഡക്ട്സ് നമുക്ക് അയച്ചു തന്നിട്ടാണ്. കിഡിലും പ്രൊഡക്ട്സാണ്. അതായത് കുറച്ച് കാലമായിട്ട് ഞാൻ തേടിക്കൊണ്ടിരിക്കുന്ന കൈൻഡ് ഓഫ് സാധനങ്ങൾ. ഇപ്പോൾ ഞാൻ ടയർ വാഷ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ വണ്ടീൻ്റെ ബ്ലാക്ക് പാർട്സ്, ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് വണ്ടികൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ വണ്ടീൻ്റെ നമ്മളെ ഇപ്പോൾ എറ്റിയോസ് ഒന്ന് ബാക്ക് ഇട്ടാ അതിൻ്റെ ഡാഷ്ബോർഡ് സാധനങ്ങളൊക്കെ കളർ ഇപ്പോൾ ഈ സണ്ണിൻ്റെ ഇത് കൊണ്ടിട്ടും കളർ മങ്ങിയ പരിപാടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ അതിന് ഒരുപാട് പ്രൊഡക്ട്സ്, ഒരുപാട് കമ്പനീൻ്റെ പ്രൊഡക്ട്സ് ഞാൻ മുമ്പ് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്കൊന്നും വേണ്ടത്ര റിസൾട്ട്, അതായത് ഞാൻ എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് എനിക്കൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് നമുക്ക് ഈ 3-4, അതായത് ഇപ്പോൾ ഇവിടെ ഉള്ള വണ്ടികൾ കണ്ടാൽ എല്ലാവർക്കും അറിയാം, ഇവിടെ എല്ലാ വണ്ടിയും ബ്ലാക്കാണ്. ഈ 3ഉം ബ്ലാക്കാണ്. ഇനിയുള്ള സ്കൂട്ടികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്കാണ്. അതിൽ തന്നെ ഉണ്ടോക്ക്. അതുപോലെ തന്നെ ഇതാണെങ്കിൽ ബ്ലാക്കാണ്. എല്ലാം ബ്ലാക്ക് തന്നെയാണ്. സോ നമുക്ക് ബ്ലാക്കിൻ്റെ ആവശ്യം വല്ലാതെ വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആജുദിൻ്റെ വണ്ടീൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ നമ്മൾ ആക്സസ് അങ്ങനത്തെ പോലെ വണ്ടികൾക്കൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടീൻ്റെ ഹാൻഡിൽ കഴിഞ്ഞിട്ടുള്ള ഫ്രണ്ട് ഭാഗത്ത് അത് മൊത്തം ചെയ്യാനുള്ളത് എന്തില്ല, ഇവരെ നമുക്ക് പ്രൊഡക്റ്റ് തന്നിട്ടില്ല. മാറിക്ക് എടാ, ഇതിന് നൂലും തുന്നലൊക്കെ വേണം. ഇവിടെ കണ്ടോളി, എല്ലാ വണ്ടിയും ഈ ഭാഗം ഫുള്ള് പാളലുണ്ട് കേട്ടോ. അപ്പൊ ഈ ഭാഗം അടിച്ച് കാണിച്ചു എന്താണിത് അങ്ങനെ അടിച്ചല്ലേ അപ്പുറത്തടി. ഇവിടെ നമ്മൾ സ്റ്റെയിൻ റിമൂവർ ഇട്ടിക്കണേ. അപ്പൊ അജോദിന്റെ വണ്ടിയിൽ നമ്മൾ നേരത്തെ ഇത് അടിച്ചു വെച്ച പാർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് അടിക്കാത്ത പാർട്ട്, ഇത് അടിച്ചു വെച്ച പാർട്ട്. അപ്പോൾ കുറച്ചു നേരം അടിച്ചു വെച്ചിട്ട് ഇതിന്റെ മാറ്റം നോക്കട്ടോ. എല്ലാരും സ്കൂട്ടിക്കും ആവശ്യമുള്ള സാധനം ഇത് 3 പ്രൊഡക്റ്റ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് 2 കൂടി അച്ഛനെ പറയും നമുക്ക് ആവശ്യം. അപ്പം അജോദിന്റെ വണ്ടി അത്രയൊക്കെ മതി, അതിനുള്ളതൊക്കെ ഉള്ളൂ. അത് നേരെ നിർത്തിൻ്റെ വണ്ടി അപ്പൊ മനസ്സിലാവും. അപ്പം ഇതിൽ മാറ്റങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും കേട്ടോ. നിമിഷം സൂം ചെയ്തോക്ക്. പുതിയ പോലെ ആടാ മറ്റേ ഭാഗം സ്ക്രാച്ചുകളും പോയിക്കണല്ലോ. കൊറേ സ്ക്രാച്ചുകൾ പോയി. ഇപ്പച്ചിനോട് ചോദിച്ചു നോക്ക്. അമ്മച്ചിനോട് ചോദിച്ചാൽ കിട്ടും. അപ്പം ഇതെന്താ വെച്ചാൽ മാജിക് സ്റ്റെയിൻ റിമൂവർ പറഞ്ഞിട്ടുള്ള ന്യൂട്ടൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. അതായത് ഇപ്പോൾ ഈ ഒരു ഏരിയ എത്രത്തോളം കളർ പോയിട്ടാണ് കിടക്കണം എന്നുള്ളത് എല്ലാവർക്കും അറിയുണ്ടാവും കേട്ടോ. അതായത് എല്ലാവരും ചവിട്ടി കയറുന്ന ഏരിയ ആണ്. ഒരിക്കലും ഇത് ചവിട്ടി കയറാത്തതുകൊണ്ട് ഇതിൻ്റെ ഫിനിഷിംഗ് ഉണ്ടാവും. അതുപോലെ ഇവിടെ ചവിട്ടി കയറാത്തതുകൊണ്ട് ഇതിൻ്റെ ഫിനിഷിംഗ് ഉണ്ടാവും. ഇവിടെ ചവിട്ടി കയറാത്തതുകൊണ്ട് അതൊക്കെ ബ്ലാക്ക് കളർ തന്നെയാവും. പക്ഷേ ഈ ഒരു ഏരിയ ചവിട്ടി കയറുന്ന ഏരിയ ആയതുകൊണ്ട് പലപ്പോഴും ഇത് ഫെയ്ഡ് ആവാൻ, അതുപോലെ തന്നെ കുറേ സ്ക്രാച്ച് വരാനും കാരണമാവലുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു ഏരിയ ഇങ്ങോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ കാണിച്ചു കൊടുക്കല്ലേ. ഇത്ര നടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്റ്റ് ഇതാ. ഇപ്പോൾ ഈ പ്രൊഡക്റ്റ് ഇതാ മാജിക് സ്റ്റെയിൻ റിമൂവർ പറഞ്ഞ സംഭവം കേട്ടോ. ഇതുവരെ നമുക്ക് അയച്ചു തന്നതാണ് ന്യൂട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനീൻ്റെ. അപ്പോൾ ഇതിൻ്റെ മാജിക് സ്റ്റെയിൻ റിമൂവർ പറഞ്ഞ സാധനമാണ് ഇപ്പോൾ ഇവിടെ അടിച്ചിട്ടുള്ളത്. ഈ സെയിം സാധനമാണ് അജുദിൻ്റെ വണ്ടിക്ക് നമ്മൾ യൂസ് ചെയ്തിട്ട്. അപ്പം ഈ നമ്മളെ ആക്സസിനൊക്കെ ഈ ഭാഗം ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്ത് കറുപ്പ് കളറുള്ള വണ്ടികളുണ്ട്. അപ്പോൾ ഇത് പുതിയ വണ്ടിയുണ്ട്, ഇതിനതിന് ആവശ്യം വരുന്നില്ല. ഈ ഭാഗമൊന്നും അത് ഫെയ്ഡ് ആയിട്ടില്ല. ഈ വണ്ടിയും ഇതൊക്കെ പുതിയ വണ്ടികളായതുകൊണ്ട് ഇത് ഫെയ്ഡ് ആയിട്ടില്ല. പക്ഷേ ഈ ഭാഗം ഈ ഭാഗം മനസ്സിലാവും. ഇതൊക്കെ പുതിയ വണ്ടിയാണ്. അജുദിൻ്റെ ഈ ഭാഗത്ത് നല്ല മാറ്റമുണ്ട്, ആ വീഡിയോയിലുണ്ട്. പിന്നെ നമുക്ക് ആക്സസിനൊക്കെ ഇതാ, ആക്സസിന് ഈ ഭാഗത്ത് ബ്ലാക്കുള്ള ആക്സസുകൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ അതുപോലെ തന്നെ ഈ ഫ്രണ്ടത്തെ ഈ സാധനങ്ങൾ പോയ വണ്ടികളുണ്ടാവും. ഇതൊക്കെ കറക്റ്റ് റെഡിയാക്കണ സാധനമാണ് ഈ മാജിക് സ്റ്റെയിൻ റിമൂവർ കേട്ടോ. അഫിൻ്റെ പച്ച വണ്ടിമേ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്.
ഇത് നമ്മളെ ഈ വീട്ടിൽ തുണി സാധനങ്ങളൊക്കെ അലക്കിയിടുന്ന മെഷീൻ കേട്ടോ. കാര്യങ്ങൾ ഫുള്ള് ഇപ്പച്ചിക്കും ഉമ്മച്ചിക്കും വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയത് ഇനി മുമ്പ്. ഇപ്പോൾ തുണി സാധനങ്ങൾ പരിപാടികളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് കറക്റ്റ് എന്ത് ചെയ്യാം അലക്കിയിടാൻ പറ്റും, തോരിടാൻ പറ്റും. ഭയങ്കര വലുപ്പമുള്ളൊരു സാധനമാണ് നമ്മളെ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അഫിൻ്റെ വണ്ടിമേ ഞാൻ കാണിച്ചു തരാം. വണ്ടിമേന ആദ്യമായിട്ടാണ് കയറുന്നത്. അത് കാണാനും ഉണ്ടാവും. ഒന്നും പറയണ്ട, കൂട്ടിക്ക് നോക്കുമ്പോ അതില് പോയാവോ. അവിടെ എത്താ മതി മുത്തേ, മുത്തേ മതി 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 മതി. ഇതില് കറക്റ്റ് ഞാൻ കാണിച്ചു തരാം. കാണിച്ചാ അപ്പൊ ഇതില് ഈ ഭാഗം ഞാൻ അടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഈ ഭാഗത്തിൻ്റെ കളർ ഇപ്പം നിങ്ങൾ ഏകദേശം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കുറച്ച് ഫോക്കസ് ചെയ്ത് വെച്ച് നോക്കും. ഏകദേശം എത്ര നിറം മങ്ങിയിട്ടാണ് ഈ ഒരു ഏരിയ കിടക്കണമെന്ന് കണ്ടു കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതാ പകുതി മാത്രം അടിച്ച് ഈ ഒരു സ്ഥലം മാത്രം അടിച്ചു തരാം കേട്ടോ. ഇത്ര അടിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ മാത്രം അടിച്ചു കൊടുക്കാം. അപ്പോൾ ഡിഫറൻസ് കാണാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് സാധനം ഇപ്പോൾ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് തുടച്ചെടുക്കാം. ഏകദേശം അത് തുടക്കാനുള്ള ടൈമായിട്ടാണ്. എത്രത്തോളം ചേഞ്ച് ഉണ്ട് കണ്ടോളിട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടും ഇത്ര ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാണിച്ചു തരാം. അടിച്ചു കൊടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ അങ്ങോട്ട് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ വണ്ടി എന്താണോ നമ്മൾ വാങ്ങിയത് അന്നത്തെ ലുക്ക് സാധനം പോകും. കാണിച്ചു തരാം. ഇപ്പം ഈ ന്യൂട്ടൻ്റെ മാജിക് സ്റ്റെയിൻ റിമൂവർ അടിച്ച ഭാഗമാണ് ഈ കിടക്കുന്നത് കേട്ടോ. അതായത് എത്രത്തോളം ഈ ഒരു ഏരിയ ക്ലീനായി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. രണ്ട് ഏരിയയും കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ബ്രൈറ്റ്നസ് ഇങ്ങനെ കുറച്ച് നോക്ക്, കറക്റ്റ് മനസ്സിലാവും. ഇപ്പം ഈ ഏരിയയിലുള്ള കറ എത്രത്തോളം ഉണ്ട്. ഇതൊക്കെ നമുക്ക് അങ്ങനെ ചില വണ്ടി പ്രേമികൾ, അതായത് വണ്ടി വൃത്തിയായിട്ട് ഇപ്പോൾ വണ്ടിൻ്റെ ഓരോ ഭാഗവും ഡീറ്റെയിൽ ആയിട്ട് കൊണ്ടുനടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അപ്പം അങ്ങനത്തെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആകും. അതുപോലെ തന്നെ ഡോറുമുള്ള സ്റ്റെയിനുകൾ ഇവിടെ ഈ സൈഡിലും ഇതൊക്കെ കുട്ടികളെ ഇറപ്പാക്കിയിട്ടുള്ള സ്റ്റെയിനുകളുള്ള ആൾക്കാർ ഒരുപാടുണ്ടാവും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഓരോ കുറേ പ്രൊഡക്ട്സ് ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വരെ പ്രോമാക്സ് പറഞ്ഞിട്ട് പുതിയ പ്രൊഡക്റ്റ് ഉണ്ട്, സൂപ്പർ വൈറ്റ് പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ട്. ഇത് ഡ്രസ്സിന് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റാണ്. ഇവിടെ എല്ലാം അയച്ചു നിൽക്കുന്നുണ്ട്. അപ്പം ഇത് ഡ്രസ്സിന് കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വൈറ്റ് ഡ്രസ്സിൽ കറകൾ കാര്യങ്ങളുണ്ട് യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ ഇത് വാഷ്റൂമിലെ ഇപ്പോൾ ടൈലുമലൊക്കെ ഉണങ്ങി പിടിച്ചിരിക്കണം. ഇപ്പോൾ ബോർവെല്ലിൽ നിന്നുള്ള, അതായത് കോയൽ കിണറത്തെ വെള്ളം അടിക്കണ വീട്ടിലൊക്കെ ഫുൾ കറയാവും. നമ്മൾ കണ്ടിട്ടില്ലേ, ഫുള്ളൊരു മഞ്ഞ ടൈപ്പ് കറ ടൈൽസുമലും കാര്യങ്ങളിലൊക്കെ ഉണ്ടാവും. അത് കളയണ സാധനമാണ്. അപ്പോൾ ഇവിടെ കോയൽ കിണറല്ല, ഇവിടെ ഇത് യൂസ് ചെയ്യില്ല. അതുപോലെ തന്നെ ഡിഫൻഡർ പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ഇത് നമ്മളെ വണ്ടിയിൽ കുറച്ച് പഴക്കം ചെന്ന വണ്ടിൻ്റെയൊക്കെ ഗ്ലാസ് മഞ്ഞ കളർ മൂടിയ ഗ്ലാസ്സുകളുണ്ടാവും. അതും ഇവിടെ കാണിക്കാനാണെങ്കിൽ അങ്ങനത്തെ വണ്ടികളില്ല. ഫുള്ള് ഇതടക്കം ഇപ്പോൾ ഏറ്റവും അടക്കം പണി കഴിഞ്ഞ് ഫുൾ വൈറ്റ് ആണ്. എല്ലാ വണ്ടിയും പുതിയ വണ്ടികളായതുകൊണ്ട് കാണിക്കാനില്ല. പക്ഷേ മഞ്ഞ സ്റ്റെയിന് വന്നിട്ട് ഇങ്ങനത്തെ ഗ്ലാസ് മൂടി കിടക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്താൽ, ഈ ഡിഫൻഡർ എന്നുള്ള പ്രൊഡക്റ്റ് ന്യൂട്ടൻ്റെ തന്നെ പ്രൊഡക്റ്റാണ്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള മാറ്റം കറക്റ്റ് മനസ്സിലാവട്ടെ. ഇത് യൂസ് ചെയ്ത് കുറച്ച് സമയം അപ്ലൈ ചെയ്ത് നമുക്ക് മെഷീൻ വെച്ച് റബ്ബ് ചെയ്താൽ കുറച്ചും കൂടിയും ഷൈനിങ്ങും കാര്യങ്ങളും വരും. അല്ല കുറച്ച് ടൈം എടുത്ത് റബ്ബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലിമിറ്റഡ് അല്ലെങ്കിൽ ഒരു മീഡിയത്തിൽ മേലുള്ള റിസൾട്ട് ഈ ലൈറ്റ്സുമ്പോൾ വരും കേട്ടോ. അപ്പോൾ നമുക്ക് പ്രോമാക്സ് എന്നുള്ള സാധനം എടുത്തിട്ട് നമുക്ക് നമ്മളെ ഡാഷ്ബോർഡ് അല്ലേ പറഞ്ഞോ. അപ്പോൾ ഓല് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഇവലെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഇല്ലെങ്കിൽ, ഇപ്പോൾ നമ്മളിതിൻ്റെ റിസൾട്ട് നിങ്ങൾ കണ്ടു, ഇതിൻ്റെ റിസൾട്ടും ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതുപോലെ നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ന്യൂട്ടൻ്റെ സൈറ്റിൽ പോയിട്ട് അല്ലെങ്കിൽ അവരുടെ വാട്സപ്പ് നമ്പറിൽ പോയിട്ട്, ഞാൻ ഇതിൻ്റെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. അപ്പോൾ ഇതിൽ പോയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഇല്ലെങ്കിൽ ഈ സാധനത്തിൻ്റെ ഫുൾ റീഫണ്ട് ഓല് തരുന്നതാണ്. ഇപ്പോൾ ഇത് കണ്ടോളിട്ടോ, ഈ വണ്ടി നല്ല പഴക്കമുള്ള വണ്ടിയാണ്, ഹൈക്രോസ് പോലല്ല. അപ്പോൾ ഈ ഒരു ഏരിയയും എത്ര ബ്ലാക്ക് ആയിട്ടാണ് ഈ ഒരു ഏരിയ തിരിച്ചു വന്നതെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ലൈക്ക് വണ്ടീൻ്റെ നമ്മളെ പഴയ ഒരു കളർക്ക് സാധനം കൊണ്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ മനസ്സിലാ, നമ്മൾ പുതിയ വണ്ടി ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം കുറേ ആവശ്യമുള്ള സാധനം ഇനി
പുതിയ വണ്ടി വാങ്ങുമ്പോൾ നമ്മളെ വണ്ടീൻ്റെ ബോഡി എങ്ങനെ ഉണ്ടാവുക അതുപോലെ ആയിട്ടാ. എന്താ ഫുള്ള്. അപ്പോൾ വണ്ടി നല്ല രീതിയിൽ മേക്ക് ഓവർ ചെയ്ത് കൊണ്ടെടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു കൊള്ളട്ടെ. അതിൻ്റെ രണ്ട് സൈഡും കാണിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, കണ്ടാൽ മനസ്സിലാവും. ആ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കാണിച്ചു കൊടുത്തത് അത് അതിൻ്റെ ഒറിജിനൽ കളർ കേട്ടോ. ഈ ഭാഗം നമ്മളത് ചെയ്ത് മാജിക് സ്റ്റാൻഡ് റിമൂവർ വെച്ച് ചെയ്ത ഭാഗം കേട്ടോ. ഈ ഒരു ഏരിയ ഒക്കെ പക്കാ ഫിനിഷിങ്, അതായത് നമ്മുടെ വണ്ടി എങ്ങനെയുള്ളത് ആ ഒരു ഫിനിഷിങ്ങാണ് വന്നത്. ഇനി നമുക്ക് ഇതിലൊരു പ്രൊഡക്റ്റും കൂടി ഉണ്ട് കേട്ടോ. ഇതാണ് ന്യൂട്ടൻ്റെ പ്രോമാക്സ് പ്ലാസ്റ്റിക് റിസ്റ്റോറേഷൻ പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം ഇതിൽ എഴുതി വെച്ചിട്ട് വായിച്ചിട്ട് നമുക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ ഇനി ട്രൈ ചെയ്യാൻ പോണത് പ്രോമാക്സ് പറഞ്ഞിട്ടുള്ള സാധനമാണ് കേട്ടോ. ഈ ഏരിയ ഉണ്ടാവും സുഖാക്ക, ഈ കളറിൽ അതിനല്ലോ ഇതൊക്കെ കളർ വന്നാണ്ടോ? ആ ഈ സാധനം കൊണ്ട് ഇത് കളർ മാറിയണ്ട, പഴയ കളർക്ക് വന്ന്. ഇനി ടയറിൻ്റെ ആണ് കേട്ടോ. കുറേ സാധനങ്ങളുണ്ട് അതിൽ, കുറേ പ്രൊഡക്ട്സ് ഉണ്ട്. നമ്മളിത് ബാത്റൂമിൽ കറകളൊന്നും ഇല്ലല്ലോ. മറ്റേ ബോർവെല്ലിൻ്റെ കറയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിമ്മ പോവും. ആ പിന്നെ നിങ്ങൾ ഈ ഡ്രസ്സ് വടിവത്ത ഡ്രസ്സാക്കാൻ ഫുൾ കറ വെക്കും. അത് സൂപ്പർ വൈറ്റ്, അത് വേണമെങ്കിൽ ഒന്ന് പെരി കൊണ്ട് വെക്കും. നിങ്ങൾ ഇടക്ക് വൈറ്റ് ഇടണല്ലേ, അത് പെരി കൊണ്ട് വെക്കും. ശരി, അതിലുണ്ട് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഫുൾ അതിലുണ്ട്. എല്ലാ പെട്ടിയിലുണ്ട് ഇൻസ്ട്രക്ഷൻസ്. ഇത് തരി, അങ്ങനെ കൈമ ആവാതെ നോക്കണം. ഇതെന്താ സാധനം പോയി? ഇതിങ്ങനെയല്ല, ഇതിക്ക് ശരിക്കും ഇത് വെള്ളം ചേർത്തിട്ടല്ലേ കളി? ഇതെത്ര വെള്ളത്തിലാണ് എടുക്കേണ്ടത് തോന്നുന്നത്. അപ്പോൾ ഇതാ ഇപ്പം നമ്മൾ പ്രോമാക്സ് ടയറിൻ്റെ പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതിൽ തന്നെ കിട്ടണടാ ഈ സാധനത്തിൽ. തുണിമാക്കിയിട്ട് കുറച്ച് പണിയാ. പിന്നെ ഇത് കേൾക്കാതെ തേച്ചിട്ടുണ്ട് ഇങ്ങനെ. എനിക്ക് വേണേ വെള്ളം തേക്കേണ്ടി വരും കുറച്ച്. ഇതില് ആ ഫൈബറും പ്ലാസ്റ്റിക്കൊക്കെ പോകുന്നേ. നോക്കും ഷാ മാറ്റം. എൻ്റെ മോനെ, ഞാൻ ഇവിടെ സ്ഥിരം കസ്റ്റമർ ആവാൻ പോവാണ്. ഇവരോട് എന്ത് അയക്കാൻ പറയും, നമുക്കിത് ആവശ്യം വരും. അപ്പം ഓല പ്രോമാക്സ് പറഞ്ഞ പ്രൊഡക്റ്റ്, അതായത് പെരുന്നാളിനൊക്കെ വണ്ടി തീ പോലെ കേക്കിടും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ. സൂപ്പർ വൈറ്റ്, അത് വീട്ടിൽ പോയിട്ട് ചെയ്യേണ്ടി. അത് ഇതിമ നോക്കാൻ പറ്റില്ല, അത് അലക്കിയിടേണ്ടതാ. അതിലുണ്ട്, അതിലൊരു ഉണ്ടേ ഇതിമ എഴുതിക്കണേ. ഇതിമ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ തർജ്ജമ പറഞ്ഞുതരാം. അപ്പം ഇവരെ പ്രോമാക്സ് കിട്ടോ, എല്ലാ പ്രൊഡക്റ്റും ഒന്നിനൊന്ന് മെച്ചം എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം വണ്ടിപ്രേമികൾ ആഗ്രഹിക്കുന്ന എല്ലാ പ്രൊഡക്റ്റും ആ ഒരു വൃത്തി കിട്ടാൻ ഇത് സഹായിക്കൂട്ടോ. ഇതുപോലെ പ്ലാസ്റ്റിക് റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോമാക്സ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കേട്ടോ. അതിൽ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും. ടയർ പോവും, അതുപോലെ തന്നെ ഫൈബർ പാർട്സ് പോവും, പ്ലാസ്റ്റിക് പാർട്സ് പോവും, എല്ലാ പാർട്സും പോണ പരിപാടിയാണ്. അപ്പോൾ എന്തായാലും ഇതാണ് ഇവരുടെ പ്രൊഡക്ട്സ്. അതുപോലെ തന്നെ എനിക്കിനി മാജിക് സ്റ്റാൻഡ് റിമൂവർ വെച്ചിട്ട് എനിക്ക് എൻ്റെ ഷൂവും ഒന്ന് ക്ലീൻ ആക്കാൻ കേട്ടോ. ഇത് എടുത്തിട്ട് എത്ര അറിയാം, കുറേ ആയി. ആ ഷൂ ക്ലീൻ ചെയ്യാം. അപ്പോൾ ഈ ഷൂമ്മ കരിമ്പനും ഉണ്ട്, കുറച്ച് ചളിയും ഉണ്ട് കേട്ടോ. നല്ല ചളിയും ഉണ്ട്, കുറേ ആയി യൂസ് ചെയ്തിട്ട്. ഷൂവിൻ്റെയും കൂടി നമുക്ക് നോക്കട്ടോ. റബ്ബേ, അപ്പം ഏത് ഇത് പോവില്ല, ഇതെന്തായാലും നിൽക്കും ഒരു ടൈം പീരീഡിന് ഉറപ്പല്ലേ. ഇത് ഫുള്ള് ഇങ്ങനെ പഴയ പോലെ ആവുമല്ലേ. ഇനി അത് പഴയ ആവുന്ന ടൈം കൊണ്ട് പോവും. ആ ഓയ് ബുള്ളറ്റ് കിളിയോ? കിട്ടിയോ?
അവനെന്തെങ്കിലും പറ്റിക്കണാ? അത് നല്ല കടി അടിക്കുവേ. വലിയൊരു വിഷയമാണ്. വിടല്ലേ അതല്ല അതിന് ഇത് അവസരമാണ് അത്. ആ നല്ല അത് പാറിയതാണെന്നല്ലേ. അതിനുള്ള സംവിധാനം കൂടി തുറക്കണ്ട അടക്കി എന്നാ ഈച്ചുനൊന്ന് വിളിച്ചാണി സംസാരിക്കാം. അതൊന്ന് ഡീൽ ചെയ്താണി. ഇതാ നേരെ ഇങ്ങോട്ട് വരുവാ നമുക്ക്. ഈച്ചുനെ വിളിച്ചാളി. ഈച്ചുവാണ് അതിനെ പിടിച്ചാ. പോയിന്ന് പറഞ്ഞ സാധനം തിരിച്ചു വന്നു. ആ കിളിനെ കിട്ടി. ആ ചെന്ന് നോക്ക്. മുള്ളത്തി എന്നാ എന്റെ മുള്ളത്തി പോയിക്കണോ വെച്ചാൽ അവന് മുള്ളത്തിയാ. മുള്ളത്തി എന്താ സംഭവം? മുള്ളത്തി പോയിട്ടില്ല. അപ്പോൾ വേണ്ടൊരു വാങ്ങിക്കോട്ടോ. പിന്നെ വർക്കായിട്ടില്ലേ എല്ലാ പൈസയും നിങ്ങൾക്ക് തിരിച്ചു വരും കേട്ടോ. ഫുൾ റീഫണ്ടാണ്, നോ പ്രോബ്ലം. വർക്കായിട്ടില്ല അതേപോലെ സാധനം കൊടുത്താൽ പൈസ പോലെ തരും. പോണ്ടടാ ഇതൊക്കെ നിമിഷ എൻ്റെ ഷൂവിൻ്റെ പഴയ കളറിലേക്ക് തിരിച്ചു വന്നു. വൈറ്റ് ക്ലോത്തോണ്ട് കുറച്ച് ഒന്നുകൂടി അടിപൊളിയാണ്. പക്ഷെ എന്നാലും നോക്ക് മാറ്റം നോക്ക്. നമ്മൾ ഫുള്ള് തുടച്ചിട്ടില്ല. ഇങ്ങനെയാണ് അത്. ആ കടി കിട്ടിയില്ലേ? എന്തൊരു കടി നല്ല കടി കിട്ടിയില്ലേ? റൈമാക്ക താങ്ക് യു. ഇത് കാക്കനെ അങ്ങോട്ട് കൊത്തിക്കാണിത്. വെള്ളം ഇതുണ്ട്. ആ തേനയും കൂടി ഇട്ടെടുത്തോളെ അതിൻ്റെ തീറ്റ. അപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് പ്രൊഡക്ട്സ് ഇട്ടാ. അപ്പോൾ പറ്റണോലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. പല പ്രൊഡക്ട്സ് എങ്ങനെയുണ്ട് നോക്കുക. പർച്ചേസ് ചെയ്യണോലൊക്കെ വാങ്ങിക്കോളൂ. ഇതാ ന്യൂട്ടൺ മാജിക് സ്റ്റെയിൻ റിമൂവർ, ന്യൂട്ടൺ 18-1, ന്യൂട്ടൺ അൾട്രാ പവർ, ന്യൂട്ടൺ ഡിഫെൻഡർ, എല്ലാ പ്രൊഡക്റ്റും ഉണ്ട് കേട്ടോ. ഇതാണ് മെയിൻ പ്രൊഡക്റ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി കുക്കിംഗ് പരിപാടികളിലേക്ക് കിടക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ കുക്കിങ്ങിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇന്നെന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മൾ ചീസി ചിക്കൻ അങ്ങനെ എന്തെങ്കിലും പേരിടാം. എന്തെങ്കിലും ഒരു പേരിട്ടോ ചിക്കനും ചീസും വെച്ചിട്ട്. ആകെ അങ്ങനത്തെ ഉണ്ടാക്കി ബാക്കിയൊന്നുമില്ല, എല്ലാം ഉണ്ടാക്കി. ചീസി ചിക്കൻ കുരുമുളക് പൊടി. ഇപ്പൊ എന്തൊക്കെ ഇട്ടേ കറൻലിമ്മ? ഇപ്പൊ നമ്മള് ചിക്കൻ ഇവിടെ നമ്മൾ ഇതാക്കാൻ വെച്ചു. തിളപ്പിക്കാൻ വെച്ചു. നമ്മൾ ഗ്യാസ് അധികം വേസ്റ്റ് ചെയ്യല. നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കണേ? കറിയില്ലത്, അത് കുറച്ച് ടൈം കൊടുക്കുവേ. ഫുൾ അടുപ്പൊക്കെ മാറി. നമ്മള് അടുപ്പിലേക്ക് മാറി, അടുപ്പ് കൾച്ചറിലേക്ക് മാറി. പഴയ ഫുഡി കൾച്ചറിലേക്ക് നമ്മൾ പോയി. പഴമയിലേക്ക് ഒരു തിരിച്ചുപോക്ക്. ആഴ്ചമാത്താന്റെ ഏരിയക്കാണ്ട് വന്നു. ആഴ്ചമാത്രം അരി പോയില്ലേ? നേരം വൈകിട്ട് പോയതോ. അപ്പൊ ചിക്കൻ ഫസ്റ്റ് എന്ത് ചെയ്തത്? ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്തു. അത് എന്തൊക്കെയാ? മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, പിന്നെ ഒരു യോഗട്ട്, പിന്നെ എന്താ ചെറിയ ജീരകത്തിന്റെ പൊടി, യോഗട്ട് പറഞ്ഞു. അങ്ങനെ മസാല വെച്ചിട്ട് മാരിനേറ്റ് ചെയ്തു. കുറച്ച് ഒരു നാരങ്ങ നീരും അത് പൊരിക്കാൻ വെക്കുക. എന്നിട്ട് നമ്മളൊരു സോസ് ഉണ്ടാക്കുകയാണ്. സോസ് ബട്ടർ ഇട്ടിട്ട് മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് മൈദ ഇടുക. 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ട്, അത് നമ്മൾ ഉണ്ടാക്കണ അനുസരിച്ചിട്ടോ, മൈദ ഇട്ടിട്ട് അതിലേക്ക് പാൽ ഒഴിക്കുക, ഉപ്പും കുരുമുളകും ഇടുക. അപ്പോൾ ആ സോസ് റെഡിയായി. ഇനി ഈ ചിക്കൻ പൊരിഞ്ഞേക്ക് ഈ സോസ് നമ്മൾ ഒഴിക്കും. അത് സെറ്റായി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കൂടെ മൊസറല്ല ചീസ് ഇടും. അത് കഴിക്കുക. ഫുള്ളി ചിക്കനും കുറച്ച് മൈദയും പിന്നെ ചീസും. അത്ര ഹെൽത്തി അല്ല, എന്നാലും ഹെൽത്തി അല്ല. തട്ടിക്കൂട്ടാൻ നോക്കിയപ്പോൾ അങ്ങനെ പിന്നെ പെരി പെരി മസാല ഒക്കെ മേലെ കൂടെ ഇടാം. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ബാക്കിയൊക്കെ നമ്മൾ കഴിക്കാം. മട്ടൻ ഉണ്ടല്ലേ അതില്? ഇതിൽ കുരുമുളക് ഇട്ടോ? കണ്ടാലേ അത് ഇട്ടിട്ടില്ല. അടുക്കള ഇതറിയില്ലേ? കുരുമുളക് ഇട്ടാൽ അതിന്റെ കളർ മാറും. അത്ര അറിയില്ല. അതിൽ പറഞ്ഞു കൊടുക്കുമ്പോ കുക്കിംഗ് അറിയില്ലെങ്കിൽ ഒരു സ്പൂൺ മതിയോ? മേലെ കൂടെ ഇങ്ങനെ ഇട്ടോ. അപ്പോൾ ഈ ഒരു മസാലയൊക്കെ നമ്മൾ കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? കുറച്ച് കുരുമുളക് തട്ടി കൊടുക്കട്ടെ. അങ്ങനെ പോരെ, ഇളക്കണ്ടേ? നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുക. ശിക്കിലമ്മ 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 ശിക്കേ.
ഇതിപ്പോൾ നല്ല രസത്തിൽ വന്നു. അപ്പോൾ ഈ ഒരു സാധനം വെന്ത് കഴിഞ്ഞിട്ട് ഈ ഒരു സാധനം ഏകദേശം സെറ്റായി കഴിഞ്ഞാൽ നമ്മളെ സോസ് സെറ്റായി കഴിഞ്ഞാൽ നമ്മളെ ചിക്കൻ സെറ്റാവും. അത് സെറ്റായിട്ട് അതിൻ്റെ ഫില്ലിങ്ങും കാര്യങ്ങളും നമുക്ക് എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ എൻഡിലെ ടോപ്പിംഗ് എങ്ങനെയാണ്, വളരെ സിമ്പിൾ ഡിഷാണ്. ഇതിന് ഒരു പേരുണ്ടല്ലോ, ചീസി ചിക്കൻ അങ്ങനെയാണെങ്കിൽ കണ്ടത്. ചീസി ചിക്കനാണ്. അപ്പോൾ എന്തായാലും ചിക്കൻ ചീസ് ബോട്ടി അതാണ് ഇതിൻ്റെ പേര്. ചിക്കൻ ചീസ് ബോട്ടി. വെള്ളം വരും. അപ്പം എന്തായാലും ഇത് റെഡി ആയി കഴിഞ്ഞിട്ട് ഇതൊന്ന് ആറി കഴിഞ്ഞിട്ട് മറ്റേതും ഇത് റെഡി ആയി കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഞങ്ങൾ നോമ്പ് തുറന്നിട്ടാണ്, പക്ഷേ ഡിഷ് കുറച്ച് ലേറ്റായി. അപ്പം ചിക്കൻ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇതാ ഫുള്ളൊരു ചെമ്പട്ടിക്ക് വെച്ചിട്ട് മൊസറല്ല ചീസും പ്രോട്ടീൻ ചീസും സാധാ ചീസൊക്കെ വാരി വലിച്ചിട്ടുണ്ട്. ചീസി ചിക്കൻ ആട്ടത്. ആ പ്രോട്ടീൻ ചീസ് വാങ്ങിക്കൂടെയോ? അതിനെ വേണ്ടി ചെതാറ് ഇത് മതി. അപ്പോൾ ചീസ് ഫുള്ള് മെൽറ്റ് ചെയ്ത് വരുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് കാണട്ടോ. ചീസ് ഒന്നും ലൈറ്റ് എന്ന് പറയുന്ന. അപ്പോൾ ഇതാ ഫുൾ ചിക്കൻ്റെ ഫില്ലിങ്ങും പരിപാടികളും കാര്യങ്ങളായിട്ട് ഇങ്ങനെയാണ് ഇപ്പോൾ വന്ന് കിടക്കണം കേട്ടോ. വേണ്ടിച്ചോ എന്നാലും ചീസാണ് എന്നാലും. അപ്പോൾ ഇവിടെ നോമ്പുറയും കാര്യങ്ങളും കഴിഞ്ഞു ഞങ്ങൾ വെള്ളം കുടിച്ച് കരക്കുന്നിട്ടാ. ഇന്ന് ടേബിളിൽ ഇപ്പച്ചിയുണ്ട്, ഇമ്മച്ചിയുണ്ട്. നാള് കുറവാണ്, ഏറ്റവും കുറവായിട്ടുള്ളൊരു നോമ്പുറവിയാണ്. ഇപ്പച്ചിയുണ്ട്, ഇമ്മച്ചിയുണ്ട്, അഫി അവർകൾ, അതുപോലെ കെൻസ് അവർകൾ എല്ലാവരും ഉണ്ട്. നമുക്കിന്ന് വെള്ളപ്പം, മട്ടൻ, ചിക്കൻ കറി, മട്ടൻ ബിരിയാണി, അതുപോലെ തന്നെ ബത്തക്ക, എല്ലാ സംഭവങ്ങളും പരിപാടികളും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ഓവന് കയറ്റിയിട്ട് നമുക്ക് കാണാം. ഇതിൻ്റെ മേലെ കൂടെ ഇപ്പം എന്താട്ട് അത് ഇട്ട് കഴിഞ്ഞിട്ടല്ലേ സീസൺ ചെയ്യാ. ഞാൻ ഇങ്ങനെ ചെയ്യും. ഓരോ ഷെഫിനും ഓരോ വെറൈറ്റികളുണ്ട്. എന്താ പറയുക, ഇതാകുമ്പോൾ ഈ ചീസിൻ്റെ കൂടെ അത് മെൽറ്റ് ആവും. മറ്റേ വേറിട്ട് കിടക്കും. അപ്പോൾ പെരി പെരി എപ്പോഴാണ് ചെയ്യും? അത് ഇതിമട് ഇത് മൂടാവട്ടോ. നമ്മളിന്ന് പൊളിക്കുവോ ചീറ്റോട് ചീറ്റ് വൻ ചീറ്റ്. ജെയ്സി ഒരു പൊളി തന്നെ. ജെയ്സി ലവർ, ജെയ്സികളെ പ്രണയിച്ചവൻ, കാൽപന്തിനെ പ്രണയിച്ചവൻ. ട്രൗസറും ജേഴ്സി ഉണ്ടായിന് ഓനാരോ മുഫിസ്റ്റീനി തന്നിന് എല്ലാത്തിന്റെ ട്രൗസറും ഇവിടെ അല്ല. ഇന്റെ കുറെ ട്രൗസർ ഇല്ല. റേഞ്ച് കിട്ടും ട്രൗസർ. ഇന്റെ കറുപ്പ് ട്രൗസർ ഞാൻ അഞ്ച് ട്രൗസർ മാത്രമേ അതാ മനസ്സിലായി. മാത്രമേ. അപ്പൊ പെരി പെരി ഇട്ടിട്ടപ്പം പെരി പെരി ഇട്ടു, ഒറിഗാനോ ഇട്ടു. കൊള്ളും അത് ഓവനിൽ കൊണ്ടിടല് കഴിഞ്ഞിട്ടോ. ഇവിടെ എന്തേലും ഇട്ടാ ഇതെന്താ ചെയ്യാ? അങ്ങനെ പോലെ നിന്ന് ആലോചിച്ചട്ടെ. അപ്പം അല്ല ഓവൻ അടയാതെ എങ്ങനെ വെക്ക നമ്മള്? ആ 8 കോടിയിൽ നിന്ന് ഒരു അരക്കോടി എടുത്ത് എനിക്കൊരു വലിയ ഓവൻ വാങ്ങാമായിരുന്നു. വലിയ കിച്ചൺ ഉമ്മച്ചി ഇലക്ഷൻ ഓഫീസറാ? ഇനി ഇലക്ഷന്റെ ടൈം ആകുമ്പോൾ ഇനി പോണ്ട ഉമ്മച്ചിക്ക്. അപ്പോൾ ദ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് കേരളന്റെ നിസ്വാർത്ഥ സേവനം നടത്തുന്ന നേതാവാണ് ഉമ്മച്ചി. ലോക്കൽ ബോഡി ഗാർഡ് അല്ല, ലോക്കൽ ബോഡി വാർഡ്. രാത്രിയൊക്കെ ഉണ്ട് ആൾക്കാര് ഇലക്ഷൻ നമ്മളെ പോലുള്ള തലമുറക്ക് വേണ്ടി രാത്രി ഒന്ന് വോട്ട് ചെയ്യണമെന്ന് കണ്ടുപിടിച്ചാര. അതുകൊണ്ടല്ലേ നമ്മളെ കഴിച്ചില്ല. ഞാനൊക്കെ എപ്പോഴാ വോട്ട് ചെയ്യല്? 10-11 മണിയാകുമ്പോ വെച്ചാ പോരെ. അത് ഒരു ദിവസം ഇറങ്ങാന്നാ പോരെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള നോമ്പിന് ഈ സോഡയൊക്കെ വെക്കുന്ന അവസ്ഥ ഓൽക്കൊന്നും ഉറക്കം തന്നെയല്ല. ഡ്രസ്സ് ഷോപ്പുകാർ സീസണാണ്, ഓരോ സീസണിൽ നമ്മൾ മാറണമ്മ. പക്ഷെ ഇതിപ്പോൾ എന്താവുന്ന ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഈ സാധനം കടിക്കണ്ടില്ലേ, നിന്റെ പുണ്ണിനെ കുത്തിട്ട്. അപ്പം എന്തായാലും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടാവും നമ്മളെ മൊസറല്ല ചീസ് എന്നുള്ള വിശേഷങ്ങളും വിവരങ്ങളും നമുക്ക് കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇപ്പച്ചിൻ്റെ ഏറ്റവും പുതിയ ടീഷർട്ടാണ് ബാക്സ് ബാനി. ടീഷർട്ടിൻ്റെ മേലെ എഴുതിക്കണം, നോക്കട്ടപ്പാ തിരികെ. വാട്സ്ആപ്പ് ഡോക്ക് ബാക്സ് ബാനി.
വാട്സപ്പ് ഡാർക്ക്. അപ്പം ചെന്തറാക്സ് ടീഷർട്ട് ഉണ്ട്. അപ്പം നമ്മളെ പൗതി ഓവനിൽ ഹാഫ് വേവിൽ കുക്ക് ചെയ്യേണ്ട സാധനം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇതെന്താ ഷെഫ കയ്യുമൊക്കെ. അപ്പം വലിയ സെറ്റപ്പ് ഓവനിന്ന് വലിക്കാനുള്ള വലിയ സെറ്റപ്പ് ഒന്നും ഇപ്പോൾ കറന്റ് നമ്മളെ സെറ്റപ്പിൽ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ ഹാഫ് വേവ് അതിന് വേണ്ടായിരുന്നു. അപ്പോൾ ഓവൻ തുറന്നു വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തത്, അല്ലാതെ നമ്മൾ ഓവൻ ചെറുതായിട്ടല്ല. അപ്പം അങ്ങനെ ആരും കാണരുത് അല്ലേ അപ്പ? ഇതേ ഹാഫ് വേവിലാണ് കുക്ക് ചെയ്തിരിക്കണത്. അപ്പോൾ ഓവൻ പൗതി വെച്ചിട്ടാണ് കുക്ക് ചെയ്തിരിക്കണത്. ഇങ്ങോട്ടേക്കാ വർത്തട്ടി. വെക്ക്. ഓ പൊളി പൊളി. ആദ്യം ഇപ്പച്ചി ടേസ്റ്റ് നോക്കൂ. എത്ര ഉണ്ടായിട്ടും എന്താ ഫിംഗർ ഓണ്? പോണ്ടല്ലേ, ചില നേരത്തെ വരുമ്പോ പോണ്ടല്ലേ. അപ്പം ഈച്ചോ സ്പൂൺ കൊണ്ടേ. എക്സൈറ്റഡ് ആണോ? മുമ്പ് ഇത് കഴിച്ചിട്ടുണ്ടോ എവിടെന്നേലും ജീവിത കാലയളവിന്റെ ഇടയിൽ? ആ കഴിച്ചിട്ടോ മുമ്പ് എന്തേലും? അതിൽ ഓർഡർ പ്രൈസ് ഇത് വേറെ. ഇത് ചിക്കൻ പൊക്കരാക്ഷോ. ചിക്കൻ സ്റ്റൈലാണ്. ചൂടുണ്ടോ? ചിക്കൻ പൊക്ലവാക്സോ എങ്ങനെയുണ്ട്? സൂപ്പറാ. പൊളിച്ചു. ഒരു പീസ് കഴിച്ചു നോക്ക്. ജിംഷാനോട് ചിക്കൻ പൊക്ലവാക്സോ എന്തേ? എല്ലാം കുത്തിക്കറിഞ്ഞ ഞങ്ങൾ ഉത്തരവാദികളല്ല. കൈപ്പുണ്യ നിൽക്കണേ. ഭയങ്കര ടേസ്റ്റ്. ചിക്കൻ പൊക്ലവാക്സോ. കെൻസേ മാണേ തിന്നോ? മധുരല്ല കേട്ടോ. ആ മരുന്ന് തിങ്ങി പെൽച്ചക്ക് മാത്രം ഒന്ന് ഒമ്പത് മാത്രം ഒരു പീസ് കഴിച്ചാ. ഹൗസ് പോയി. എന്താ എന്താ പ്രശ്നമുണ്ടോ? കിച്ചണോട് തിന്തല്ലേ ഇറങ്ങല്ലോ. ഇളം ചൂടില്ല, ഇളം ചൂടില്ല, ഉപ്പില്ല, ഒന്നുമില്ല. എല്ലാം ടേസ്റ്റ് റെഡിയാണ്. എന്താ മധുരല്ല. ഇതിനൊക്കെ മധുരം കിട്ടുമോ? ഒരു മധുരക്കാരൻ തന്നെ. ഈ മധുരയിൽ ജനിക്കേണ്ടവനായിരുന്നു. ഒരു ഏരിയ എടുക്കി. അവ മറ്റേ ഏരിയ അല്ല എനിക്ക് ഞാൻ ഒന്ന് മാന്തണ്ട. ഈ ഭാഗത്തേക്ക് ഇനി മാന്തണ്ടാച്ചാൽ മതി. മാന്തിയെ തിന്ന എന്തിനാണ് ഈ മുകളിൽ ജിംഷ അപ്പോൾ ചിക്കൻ ബൊക്കാക്സോ വൻ വിജയം ആയിരിക്കണം സുഹൃത്തുക്കളെ. അപ്പം ഇന്നത്തെ ഒരു നോമ്പ് തുറ, അതുപോലെ തന്നെ നമ്മുടെ
ഈ ഒരു നോമ്പ് തുറ അതുപോലെ തന്നെ നമ്മളൊരു കുക്കിംഗ് വ്ളോഗ് എല്ലാം കണ്ട എല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ നന്ദി. ഇതുപോലെ പൂർവാധികം ശക്തിയോടെ വീണ്ടും കൂടുതൽ കുക്കിംഗ് വ്ളോഗ്സുമായി ഈച്ചു വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഷെഫ് ഷാൻഷോം മെച്ചിമിക്ലിയോ ആ ചിക്കൻ ടൊക്ലാക്സിയോ അതൊരു ഗിഫ്റ്റ് ഇടുക. നല്ല രസമായി, ഒരു കുട്ടി സ്റ്റേജ് വന്നല്ലേ നല്ല രസമായില്ലേ? ഹാൻഡ് മെയ്ഡ്. അത് വേറെ എങ്ങനെ യൂസ് ചെയ്യേണ്ടത്? അത് ഫ്ലവർ വൈസ് ആയിട്ട് എന്താ വരിക? അങ്ങനെ ടേബിൾ അല്ല അതൊന്നും അല്ലത്. ഇതെങ്ങനെ അറിയോ? ഇത് ഇങ്ങനെ 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 പിടിച്ച് ഇതിമ്മ കെട്ടും. ഇവിടെ തന്നെ എടുക്കും. ബൊക്കെ പോലെ. അങ്ങനെയാണോ? ആ ബൊക്കെയാണ്. ഇങ്ങനെയാണ്. I love you ഇങ്ങനെ. താങ്ക് യു. You love me. We love Thailand. പറയുമ്പോ തന്നെ അസറൂന് ഓർമ്മയിലൂടെ ആ അസറോ അതെ. ഇനിയിപ്പോ ഓർമ്മകളിൽ ഒരു അസറോ ഇപ്പോ എന്തേ വരൂലേ? വേറെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ ഫാസിലാക്കാനോട് വരാൻ പറയണം, ട്രൈ ചെയ്യാൻ പറയും. ബാസിൽ വന്നിട്ട് കാണാം. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് വാച്ചിങ് ഗൈസ്. ബാബു ഷോനെ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പറ്റുന്നവരൊക്കെ ചിക്കൻ പൊക്ലാക്സിയോ ഉണ്ടാക്കി നോക്കുക. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ഐ ലവ് യു ഓൾ. ബൈ ബൈ.